നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നു. ഇതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായി പോകുന്ന വായന എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ വിവാഹേതര ബന്ധങ്ങളിലോ ഒക്കെ നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ മനസ്സ് പ്രതീക്ഷയും പ്രപഞ്ചശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വായന കാണുക. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചധികം പക്വതക്കുറവ് ഈ വ്യക്തിക്കുള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലേക്കും സ്വയം പോയി ചാടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ നല്ലതല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരേ രീതിയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. അത് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് വലിയ ധാരണയില്ല. ഒരുപക്ഷെ ഈ വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യവും ആയിരിക്കാം. എന്തു തന്നെയായാലും ഇവിടെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും തോറും കൂടുതൽ അതെല്ലാം അടച്ചു പൂട്ടുന്ന, അല്ലെങ്കിൽ അതെല്ലാം വളരെയധികം നിഗൂഢമായിട്ടുള്ള രീതിയിൽ ഒരു മറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ പലവരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും നിങ്ങളാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു പക്ഷെ നിങ്ങൾ അത്രയും നിങ്ങളുടെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം, കാമുകരോ കാമുകിയോ ആയിരിക്കാം. പക്ഷെ ഇവിടെ നല്ല രീതിയിലുള്ള ട്രാപ്പാണ് നിങ്ങൾക്കെതിരെ അവർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും പുറത്താക്കുക, ഈ വ്യക്തിയിൽ നിന്നും അകറ്റി നിർത്തുക, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം. ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകളും ആയിരിക്കാം. പക്ഷേ ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണപ്പെടുന്ന തേർഡ് പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വത്തോ പണമോ അല്ലെങ്കിൽ പൈസയോ ആണ്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളോ ആണ് ഈ തേർഡ് പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മറ്റൊരു പ്രത്യേകതയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയുമായി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും കാലങ്ങളും അല്ലെങ്കിൽ കാലാകാലങ്ങളായി നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക്, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും വെളിച്ചത്തിലേക്ക് വരാതെ ഇരുട്ടിൽ തന്നെ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തിക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ, അതായത് കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ പുരോഗമനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുരോഗമനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്വഭാവ രീതിയിലാണെങ്കിലും ചിന്താഗതികളിലാണെങ്കിലും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിന്തകളിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം അതെല്ലാം വളരെയധികം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ തീർത്തും ഈ വ്യക്തിയുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റു പലവർക്കോ വേണ്ടിയിട്ടായിരിക്കണം ജീവിതം ഹോമിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളോ അവബോധമോ ഈ വ്യക്തിക്കില്ല. പക്ഷേ അതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടും ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായും തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രതികൂലമായിട്ടും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രപഞ്ച ശക്തി നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അതിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, പ്രാർത്ഥനകൾ, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപക്ഷെ മറ്റുള്ളവർ പോലും നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ യാതൊരു തരത്തിലും പ്രതീക്ഷയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ഇനി ഈ വ്യക്തിയെ നോക്കേണ്ടതില്ല, ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നമുക്കിവിടെ തീർത്തും പറയാൻ സാധിക്കുന്നത് വളരെയധികം പ്രതീക്ഷകൾ വരുന്ന ഒരു തലക്കെട്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക്, പ്രതീക്ഷകൾ ഉദിച്ചുയരുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു. അത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് അത്രയും അധികം പോസിറ്റീവായിട്ടുള്ള സന്തോഷം നിറഞ്ഞ വാർത്തകളാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. കാരണം ഇത്രയും കാലങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചു പോകാനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരണമെന്നും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തി വളരെയധികം ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇടപഴകി നിന്നിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. കാരണം മറ്റുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാത്തത്, നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം എന്തുകൊണ്ടാണ് തിരിച്ച് നിങ്ങൾക്ക് കിട്ടാത്തത്, ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടും തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇഷ്ടക്കുറവും ഇഷ്ടക്കേടും കാണിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തികളുടെയും തിരിച്ചടിയായിട്ട് ഈ വ്യക്തിക്ക് പല ഭാഗങ്ങളിൽ നിന്നും, പല അവസ്ഥകളിൽ നിന്നും, പല വ്യക്തികളിൽ നിന്നും ഈ വ്യക്തിക്ക് തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. ആ തിരിച്ചടിയിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ അനന്തരഫലമാണ് എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ആത്മാർത്ഥ സ്നേഹമുള്ള വ്യക്തി ആരാണ്, കാപട്യ സ്നേഹമായിട്ട് നടക്കുന്നവരാരാണ് എന്നുള്ള വേർതിരിവ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ. നന്നായി അധ്വാനിക്കാൻ അറിയാം, പണം സമ്പാദിക്കാൻ അറിയാം, നല്ല ബുദ്ധിയുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടോ ഈ വ്യക്തി മൂടപ്പെട്ടു പോകുന്നുണ്ട്, ഈ വ്യക്തിയുടെ കണ്ണ് കെട്ടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം സ്നേഹിക്കാൻ മാത്രമല്ല എന്നും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് പഠിക്കണമെന്നും അതുപോലെ നല്ല വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള ഒരു വലിയ പാഠവും കൂടിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പല രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടായിരുന്നു. അതായത് സംശയാസ്പദമായിട്ട് നിൽക്കുന്ന സാഹചര്യം, അത്തരത്തില് നീച പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അവരെയെല്ലാം ആശ്രയിച്ചായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് യാതൊരു തരത്തിലും പ്രാധാന്യം തരികയോ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ ചെവി കൊള്ളാനോ നിന്നിരുന്നില്ല. പക്ഷെ അതെല്ലാം നേരെ തിരിഞ്ഞു സംഭവിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ എനർജി പ്രകാരം കാണുവാനായി സാധിക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും
സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറെ ബന്ധങ്ങളിലേക്ക് പോകാതെയോ വേറെ ആരിലും കീഴ്പ്പെടാതെയോ നിങ്ങൾ ഒറ്റക്കാലിൽ തപസ് നിൽക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് വേറെയും കല്യാണാലോചനകളോ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്കൊന്നും ചെവി കോർക്കാതെ അതിലേക്കൊന്നും നോക്കാതെ ഈ വ്യക്തിയിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സമർപ്പണ ബോധം അല്ലെങ്കിൽ സമർപ്പണം, ആ ഒരു അർപ്പിക്കുന്ന മനസ്സ്, അത് യൂണിവേഴ്സ് കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയിൽ തന്നെ നല്ല രീതിയിൽ സ്തംഭിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവർ പിണങ്ങുന്നുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ വിശ്വാസം എന്തെങ്കിലും വിജയിക്കും എന്നുള്ള പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ആ ഒരു വെളിച്ചം വരാനായി പോകുന്നു. കാരണം ഇത്രയും കാലം അന്ധകാരമായിരുന്നു, ഇരുട്ടായിരുന്നു. ഇതിൽ പലവരും പല മോശപ്പെട്ട പ്രവർത്തികളും ചെയ്തു കഴിഞ്ഞു, ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അത് പകുതി മുക്കാലും നിങ്ങളുടെ പ്രണയ ജീവിതം നിലം പതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് യൂണിവേഴ്സ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ ഉൾമനസ്സ്, അതായത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും എവിടേക്കോ നിങ്ങളുടെ മനസ്സും പറയുന്നുണ്ടായിരിക്കാം പണ്ട് മുതൽ തൊട്ട് തന്നെ, ഇതങ്ങനെയൊന്നും നശിച്ചു പോകാനുള്ള ബന്ധമല്ല, എന്നെങ്കിലും ഇതിനൊരു പുതിയ അവസരം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും ആ ഒരു വിശ്വാസവും തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും അത് തന്നെയാണ് നിങ്ങളെ രക്ഷിക്കാനും പോകുന്നതും. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി വളരെയധികം വിഷമത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റാരൊക്കെയോ പറഞ്ഞ് പരത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ വരാൻ പോവുകയാണ്. ഓരോ വ്യക്തികളായിട്ടും ഓരോ വ്യക്തികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ വിശ്വാസമാണ് അവിടെ ഉയർത്തി കാട്ടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഏറ്റവും നല്ലൊരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഇത്രയും കാലം തോറ്റു കിടന്ന് വളരെ സ്തംഭിച്ചു നിന്ന ഒരു പറ്റം ആളുകളുടെ വിജയത്തിന്റെ ഒരു ഘോഷയാത്രയാണ്, അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു ഉൾവിളിയാണ് നമുക്ക് ഇതിലൂടെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ലവ് മെസ്സേജസും കൂടെ, പ്രണയ സന്ദേശങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്കിത് നിർത്താം. നീയുമായി അകന്നപ്പോൾ ആണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പ്രണയ സന്ദേശമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ അത്രയും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യമോ അംഗീകാരമോ തരാതെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഈ വ്യക്തി വളരെ വേദനയോടെ ഇന്ന് ഓർക്കുന്നു. എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ അവഗണിക്കരുത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപക്ഷെ കോണ്ടാക്ട് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ സംഭാഷണം നടക്കുന്നില്ലായിരിക്കാം, യാതൊരു തരത്തിലും നിങ്ങൾ കോണ്ടാക്ട് ഇല്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മാറി നിൽക്കുന്ന ആ ഒരു സ്വഭാവ രീതി കണ്ടിട്ട് ഈ വ്യക്തിക്ക് സഹിക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നുമുണ്ട്. എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു മുഖം മൂടി അഴിയാൻ പോകുന്നു. ഇതിനോടകം പലവരുടെയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ മുഴുവനുമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയോട് കൂടിയാണ് തേർഡ് പാർട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത്, നിങ്ങളിൽ നിന്നും അകറ്റിക്കളഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നു. നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് അന്നും ഇന്നും മാറ്റമില്ല. അതായത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു മനസ്സിന് ഉടമകൾക്ക് മാത്രമേ അങ്ങനെ നിൽക്കാൻ സാധിക്കുള്ളൂ. അതായത് ഈ വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചപ്പോൾ തന്നെ അന്നു മുതൽ ഇന്ന് വരെ, ഈ വായന കേൾക്കുന്ന ഈ നിമിഷം വരെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഉണ്ടായിരുന്ന അതേ സ്നേഹവും ആദ്യമുണ്ടായിരുന്ന ആ ഒരു വികാരം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത്. പക്ഷെ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വേദനിച്ചു, ഒരുപാട് കരഞ്ഞു, ഒറ്റപ്പെട്ടു. അത് മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരു മാറ്റവും ഇല്ലാത്തവരാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് അതുപോലെ പ്രവർത്തിച്ച് കാണിക്കുന്നവരാണെന്നും സത്യവും നീതിയും അതിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നുള്ളതും ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക.
അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.